ഏവർക്കും നമസ്കാരം. ഓഗസ്റ്റ് മാസം 17-ാം തീയതി ഞായറാഴ്ച ചിങ്ങമാസം ആരംഭിക്കുന്നു. അന്നേ ദിനം കൊല്ലവർഷം 1201 ആണ്ട് തുടങ്ങുകയും ചെയ്യുന്നു. തുടർന്ന് 2026 ഓഗസ്റ്റ് മാസം 16-ാം തീയതി വരെയും നീളുന്ന ഈ പുതുവർഷത്തിൽ ഓരോ രാശിക്കാർക്കും അനുഭവത്തിൽ വരാവുന്ന ഫലങ്ങളെക്കുറിച്ചാണ് നാം ഇവിടെ കാരണസഹിതം വിശകലനം ചെയ്യുന്നത്. ഇന്ന് അവസാനത്തെ രാശിയായ മീനക്കൂറുകാരുടെ കൊല്ലവർഷഫലങ്ങളെക്കുറിച്ചാണ് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത്. പൂരോരുട്ടാതികാൽ, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലാസ്സിൽ ഏറ്റവും പുറകിലെ ബെഞ്ചിൽ എല്ലാ അധ്യാപകരാലും തഴയപ്പെട്ട് ഇരിക്കുന്ന കുട്ടികൾ, ആ ഒരു അവസ്ഥയായിരുന്നു മീനക്കൂറിലെ നക്ഷത്രങ്ങളായ പൂരോരുട്ടാതികാൽ, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാർക്ക്. നവഗ്രഹങ്ങളിൽ പ്രബലരും പ്രധാനികളും ദീർഘകാല ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നവരുമായ വ്യാഴം, ശനി, രാഹു, കേതു എന്നീ 4 ഗ്രഹങ്ങളും ഈ കൂറുകാർക്ക് പുറംതിരിഞ്ഞ് അനിഷ്ടരായി നിന്ന വർഷമായിരുന്നു കഴിഞ്ഞ കൊല്ലവർഷം. 3-ാം ഭാവത്തിൽ മുറവിളി കൂട്ടുന്ന വ്യാഴം, ജന്മത്തിലെ രാഹു, കളത്രഭാവത്തിലെ കേതു, 12-ലെ ശനി, 4 ഗ്രഹങ്ങളും അനിഷ്ടസ്ഥിതി പ്രാപിച്ചതിനാൽ ഈ കൂറുകാരെ ഇട്ട് വട്ടം കറക്കിയ വർഷമായിരുന്നു കഴിഞ്ഞ കൊല്ലവർഷം. ശാരീരികമായും മാനസികമായും ക്ലേശങ്ങളും സംഘർഷങ്ങളും ഇവർ അനുഭവിച്ചു. കൂടാതെ സാമ്പത്തികമായ പ്രതിസന്ധികളും അപ്രതീക്ഷിതമായ ചെലവുകളും ഇവരെ അലട്ടി. കൂടാതെ തൊഴിൽ രംഗത്തും കുടുംബജീവിതത്തിലും പല കാരണങ്ങളാലും ഇവർക്ക് അസംതൃപ്തിയും അസ്വാരസ്യങ്ങളും അനുഭവപ്പെട്ടു. ഈ അഗ്നി പരീക്ഷണങ്ങളെയെല്ലാം മീനക്കൂറുകാർ ക്ഷമാപൂർവം തരണം ചെയ്തു. തൽഫലമായി ഈ കൂറുകാർക്ക് ഒരു സ്ഥാനക്കയറ്റം കിട്ടിയിരിക്കുന്നു. അത് ഇവർക്ക് വളരെ വലിയ ഒരു ആശ്വാസവും അനുഗ്രഹവും ആഹ്ലാദവുമെല്ലാം ഒരേ സമയം പകരുന്നു. അവ എന്താകുമെന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്യാം. നിലവിൽ വ്യാഴം ഈ കൂറുകാരുടെ 4-ാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത്. സുഖസ്ഥാനമെന്നും മാതൃഭാവമെന്നും അറിയപ്പെടുന്ന ഈ 4-ാം ഭാവം വ്യാഴത്തിൻ്റെ അത്ര ഇഷ്ടഭാവമൊന്നുമല്ല. എന്നാൽ 3, 6, 8, 12 എന്നീ ഭാവങ്ങളെ അപേക്ഷിച്ച് വ്യാഴം ഈ 3-ാം ഭാവത്തിൽ അത്ര കടുത്ത ദോഷങ്ങളെയും നൽകില്ല. അതായത് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങളെ നൽകും. വ്യാഴം എന്നത് മീനക്കൂറുകാരുടെ രാശ്യാധിപൻ കൂടിയാകയാൽ രാശ്യാധിപൻ 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഈ കൂറുകാരുടെ മറഞ്ഞു നിന്ന ഭാഗ്യം, ഈശ്വര കടാക്ഷം, ഗുരുത്വം എന്നിവ തെളിഞ്ഞ് തുടങ്ങും. തൽഫലമായി ഇവർ നേരിട്ടിരുന്ന ശാരീരികമായ ക്ലേശങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും ഇവർക്ക് രോഗമുക്തി ലഭിക്കും. ഇവരുടെ മാനസിക സംഘർഷങ്ങൾക്കും അയവ് ലഭിക്കും. ഒക്ടോബർ മാസത്തോടുകൂടി വ്യാഴം താൽക്കാലികമായി ഈ കൂറുകാർക്ക് വളരെ ഗുണദായകനായി മാറുന്നു എന്നത് ഇവർക്ക് ശരിക്കും ഒരു ഇടക്കാല ആശ്വാസവും ബോണസുമെല്ലാമാണ്. ഒക്ടോബർ 18 മുതൽ ഡിസംബർ 4-ാം തീയതി വരെയും വ്യാഴം ഈ കൂറുകാരുടെ 5-ാം ഭാവമായ കർക്കിടകത്തിലേക്ക് പ്രവേശിക്കും. എന്നാൽ തുടർന്ന് ഡിസംബർ 5-ാം തീയതി വീണ്ടും 4-ലേക്ക് തന്നെ വ്യാഴം പ്രവേശിക്കും. എന്നാൽ ഈ കാലയളവിൽ ഇവർക്ക് വളരെയധികം പുരോഗതിയും ഗുണാനുഭവങ്ങളും വ്യാഴം നൽകും. തുടർന്ന് 2026 ജൂൺ മാസം 2-ാം തീയതി നടക്കുന്ന മഹാവ്യാഴമാറ്റത്തിൽ മീനക്കൂറുകാർക്ക് സ്വന്തം രാശ്യാധിപനായ വ്യാഴം ഒരു വർഷക്കാലം ഏറ്റവും ഗുണാനുഭവങ്ങളെ നൽകും. അതായത് ഈ കാലയളവിൽ 5-ാം ഭാവത്തിലായിരിക്കും വ്യാഴം സഞ്ചരിക്കുക. 5-ാം ഭാവം സന്താനഭാവമെന്ന് അറിയപ്പെടുന്നു. കൂടാതെ വിദ്യ, പഠനം, ബുദ്ധിശക്തി, ഓർമ്മശക്തി, ഉപാസനാമൂർത്തികൾ, ആശയവിനിമയം, ഭാഗ്യക്കുറി എന്നിവയെ എല്ലാം കുറിക്കുന്നതും ഇതേ 5-ാം ഭാവം കൊണ്ട് തന്നെ. 5-ാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവമാകയാൽ വ്യാഴം ഈ ഭാവത്തിന് പുഷ്ടിയെ നൽകും. പ്രധാനമായും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട മേഖലകളിൽ ഇവർക്ക് വളരെ പുരോഗതി, നേട്ടങ്ങൾ, സന്തോഷിക്കാനുള്ള വകകൾ എന്നിവയെല്ലാം വന്നുചേരും. സന്താനങ്ങൾ ഇല്ലാതെ ദുഃഖിക്കുന്നവർക്ക് സന്താനഭാഗ്യം ഈ സമയത്ത് ഉണ്ടാകും. സന്താനങ്ങളുടെ പഠനം ഈ സമയം ഏറ്റവും മികച്ചതാകും. ബുദ്ധിപരമായി ഏറെ ഉയർച്ച, മികച്ച പ്രകടനങ്ങൾ എന്നിവ കാഴ്ചവെക്കും. സന്താനങ്ങൾക്ക് നല്ല തൊഴിലവസരങ്ങൾ, വിവാഹാലോചനകൾ എന്നിവയും ഈ സമയത്ത് വന്നുചേരും. കർമ്മ മേഖലയിലും ഈ സമയത്ത് പുരോഗതി ഉണ്ടാകുന്നതാണ്. കുടുംബത്തിൽ വളരെയധികം ഐക്യം, ക്ഷേമം, ഐശ്വര്യം, സ്നേഹം എന്നിവയും ഈ സമയത്ത് ഉണ്ടാകും. ബന്ധുമിത്രാദികളുമായി ഏറെ നല്ല ബന്ധം ഇക്കാലത്ത് പുലർത്തുവാനാകും. ബുദ്ധി, ജ്ഞാനം എന്നിവ ഏറ്റവും ഉജ്ജ്വലമായി ഉയർന്നിരിക്കുന്ന സമയമാകും ഇത്. അപ്രതീക്ഷിതമായി അംഗീകാരം, ബഹുമതികൾ എന്നിവയെല്ലാം ഇക്കാലത്ത് ഉണ്ടാകുന്നതാണ്. 5-ാം ഭാവം എന്നത്
പൂർവ്വ പുണ്യസ്ഥാനത്തെ കുറിക്കുന്നു എന്നതിനാൽ പൂർവ്വ പുണ്യവും സുഹൃതവും ഗുരുത്വവും വ്യാഴം 5-ൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകും. തൽഫലമായി ഏത് പ്രവൃത്തികളും ഇവർ ലക്ഷ്യത്തിലും വിജയത്തിലും എത്തിക്കും. ഉപാസനാമൂർത്തികളെ ആരാധിക്കുന്നവർക്ക് വ്യാഴം 5-ൽ കൂടി സഞ്ചരിക്കുമ്പോൾ ക്ഷിപ്രവേഗത്തിൽ അഭീഷ്ടസിദ്ധികൾ ഉണ്ടാകുന്നതാണ്. പൊതുവെ ധാർമ്മികമായ ചിന്തകൾ, ദാനചിന്തകൾ, സത്പ്രവർത്തികൾ, ഈശ്വരഭക്തി എന്നിവയെല്ലാം ഇക്കാലത്ത് മുന്നിട്ട് നിൽക്കും. കൂടാതെ 5-ൽ കൂടി വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഭാഗ്യദേവതയുടെ കടാക്ഷം ഇവർക്ക് ഉണ്ടാകുന്നതാണ്. തൽഫലമായി ലോട്ടറി, ചിട്ടി, ഓഹരി വിപണി എന്നിവയിൽ കൂടി അപ്രതീക്ഷിതമായ ധനാഗമം ഇവർക്ക് വന്നു ചേരാവുന്നതാണ്. അടുത്തതായി ശനിയുടെ സഞ്ചാരം നമുക്ക് വിശകലനം ചെയ്യാം. ശനി മീനക്കൂറുകാർക്ക് പൊതുവെ അനിഷ്ടഫലങ്ങൾ നൽകുന്ന നിലയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത്. അതായത് ശനി നിലവിൽ ഈ കൂറുകാരുടെ ജന്മത്തിൽ അഥവാ 1-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. എന്നാൽ ശനി ജൂലൈ 13 മുതൽ വക്രസഞ്ചാരം തുടങ്ങി എന്നതിനാൽ ഈ കൂറുകാർക്ക് അത് വലിയ ഒരു അനുഗ്രഹമായി മാറിയിരിക്കുന്നു. തൽഫലമായി രോഗാരിഷ്ടതകൾ അനുഭവിക്കുന്നവർക്ക് രോഗമുക്തി ലഭിച്ച് ആരോഗ്യം കൈവരുന്നു. കൂടാതെ ശാരീരികമായ സൗഖ്യം, മനസ്സുഖം എന്നിവയും ലഭിക്കുന്നു. സാമ്പത്തികമായ പ്രതിസന്ധികൾ, കടബാധ്യതകൾ എന്നിവയിൽ നിന്നും ഇവർക്ക് മോചനം ലഭിക്കുകയും സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകുകയും ചെയ്യും. തൊഴിൽ രംഗത്തും നിലനിൽക്കുന്ന പ്രതിസന്ധികൾ അകന്ന് സുഖകരമായ ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നു. കൂടാതെ കർമ്മവിഘ്നം, കാലതാമസം എന്നിവ അകന്ന് കാര്യങ്ങൾ സുഗമമായി നടക്കുകയും ചെയ്യുന്നു. അടുത്തതായി രാഹുകേതുക്കളുടെ സഞ്ചാരം നമുക്ക് പരിശോധിക്കാം. രാഹുകേതുക്കൾ ഈ കൂറുകാരുടെ 12-ാം ഭാവത്തിലും 6-ലുമായി സഞ്ചരിക്കുന്നു. 12-ാം ഭാവം എന്നത് ചെലവുകളുടെ ഭാവമെന്നാണ് അറിയപ്പെടുന്നത്. തൽഫലമായി ധനപരമായി വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇത്. പാഴ്ചെലവുകൾ, അധിക ചെലവുകൾ എന്നിവയെല്ലാം രാഹു ഈ 12-ാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്ന് ഭവിക്കാം. തൽഫലമായി സാമ്പത്തികമായ പ്രതിസന്ധികളും ഉടലെടുക്കാം. കൂടാതെ 12-ലെ രാഹു രോഗാരിഷ്ടതകൾ, മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെയും വരുത്തും. എന്നാൽ വിദേശവുമായി ബന്ധപ്പെട്ട് ജോലി, വരുമാനം, ധനപരമായ പല നേട്ടങ്ങൾ, പഠനം, ഗവേഷണം എന്നിവയ്ക്ക് വളരെ അനുയോജ്യമായ സമയവും കൂടിയാണ് ഇത്. എന്നാൽ മീനക്കൂറുകാരുടെ 12-ാം ഭാവാധിപനായ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഈ കൂറുകാർക്ക് അധിക ചെലവുകൾ, പാഴ്ചെലവുകൾ എന്നിവയ്ക്ക് ഒരു ശമനം വരുന്നു. കേതു ഈ കൂറുകാർക്ക് വളരെ ഇഷ്ടഫലദായകനായി ഭവിക്കുന്നു. കേതു നിലവിൽ ഈ കൂറുകാരുടെ 6-ാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. 6-ാം ഭാവം എന്നത് കേതുവിൻ്റെ ഇഷ്ടഭാവമാകുന്നു. രോഗാരിഷ്ടതകൾ, ശത്രുക്കൾ, കടങ്ങൾ, സാമ്പത്തികമായ പ്രതിസന്ധികൾ, വിപരീത ചിന്തകൾ എന്നിവയെ എല്ലാം കുറിക്കുന്ന ഈ ഭാവത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ അത് ഈ വിപരീത ശക്തികൾക്കെല്ലാം നാശം വരുത്തുന്നു. തൽഫലമായി രോഗമുക്തി, ശത്രുനാശം, കടങ്ങളിൽ നിന്നും മോചനം, ഊർജം, ആത്മവിശ്വാസം എന്നിവയെല്ലാം കൈവരുന്നു. ഏത് പ്രതിസന്ധികളെയും ഇവർ ആത്മവിശ്വാസത്തോടു കൂടി നേരിട്ട് അവയെ വിജയത്തിൽ എത്തിക്കും. ഈ സമയത്ത് ഇവർക്ക് വ്യവഹാര വിജയവും ഉണ്ടാകുന്നതാണ്. കൂടാതെ കർമ്മരംഗത്തും ഇവർക്ക് നേട്ടങ്ങൾ, കീർത്തി, അധികാരം, നായകത്വം, സമൂഹത്തിൽ സൽപ്പേര് എന്നിവയെല്ലാം ഈ സമയത്ത് വന്നു ചേരും. ശാരീരികമായും മാനസികമായും ഈ കൂറുകാർക്ക് സന്തോഷം, സമാധാനം, ഐശ്വര്യം എന്നിവയെ 6-ൽ കൂടി സഞ്ചരിക്കുന്ന കേതു നേടിക്കൊടുക്കും. അപ്പോൾ മീനക്കൂറുകാർക്ക് രാശിയാധിപനായ വ്യാഴം ഈ പുതുവർഷം 4-ാം ഭാവത്തിലും 5-ാം ഭാവത്തിലുമായി സഞ്ചരിക്കുന്നു. ഇപ്പോൾ ഗുണാനുഭവങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നൽകി വരുന്ന വ്യാഴം ഒക്ടോബർ മാസത്തോടുകൂടി താൽക്കാലികമായും തുടർന്ന് അടുത്ത വർഷം ജൂൺ മാസം മുതൽ പൂർണ്ണമായും ശുഭദായകനും അഭീഷ്ടദായകനുമായി സൗഭാഗ്യങ്ങളെ നൽകുന്നു. ശനി ജന്മത്തിലാണ് സഞ്ചരിക്കുന്നത് എങ്കിലും നിലവിലെ വക്രഗതിയാൽ അനുകൂലനായി നവംബർ മാസം അവസാനം വരെയും ഭവിക്കുന്നു. കേതു 6-ാം ഭാവത്തിൽ സഞ്ചരിച്ചുകൊണ്ട് ഇവർക്ക് അസാമാന്യമായ പോരാട്ടവീര്യം, ഊർജം, ആത്മബലം എന്നിവയെ നൽകുന്നു. രാഹു 12-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ അമിതാവേശത്താൽ ധനക്രയവിക്രയങ്ങളിൽ അവിവേകവും അബദ്ധവും പ്രവർത്തിക്കരുത് എന്ന് ഈ കൂറുകാരെ പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഈ വീഡിയോ ഇതോടുകൂടി ഇവിടെ പൂർണ്ണമാകുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഏവർക്കും പുതുവർഷാശംസകളും ഈശ്വരകടാക്ഷവും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.